ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വോളിയം ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ്. വോളിയത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വോളിയത്തിന്റെ ഇമ്പോർട്ടൻസ്? NSE നിന്ന് നമുക്ക് നൽകുന്ന ഒരു ഓൺ ദ സ്പോട്ട് ഡാറ്റ എന്ന് പറയുന്നത് വോളിയവും പ്രൈസും മാത്രമാണ്. ബാക്കി എല്ലാ ഡാറ്റയും ചാർട്ടുകൾ വന്നതിന് ശേഷമാണ് അതിൽ അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് NSE നിന്ന് കിട്ടുന്ന ഒരു ഓൺ ദ സ്പോട്ട് ഡാറ്റയാണ് വോളിയവും പ്രൈസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോളിയത്തിന് നമ്മുടെ ട്രേഡിങ്ങിൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് Nifty 50യിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ Nifty 50യിലെ സ്റ്റോക്കുകൾ പറയാൻ കാരണം Nifty 50യിലെ സ്റ്റോക്കുകളിൽ നല്ല വോളിയം ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പം നല്ല വോളിയം ട്രേഡ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് ആപ്റ്റ്? അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എല്ലാവരും ബൈ ചെയ്ത് പ്രോഫിറ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ സ്റ്റോക്ക് അടിപൊളിയായിരുന്നു എന്നുള്ളത്. അപ്പോഴായിരിക്കും നമ്മളത് വാങ്ങാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു കറക്ഷൻ നൽകുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോക്കിൽ റീ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും മുകളിൽ റീ എൻട്രി ചെയ്യരുത്. അങ്ങനെ പല സ്റ്റോക്കുകളിലും ഈ ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. അപ്പോൾ എപ്പം നമുക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു പാറ്റേൺ ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ എങ്ങനെ ഈ വോളിയം ഉപയോഗിച്ച് നമുക്ക് ട്രേഡ്സ് എൻട്രി എടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് എന്താണ് വോളിയം എന്നറിയണം. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്ര നമ്പർ ഓഫ് ട്രേഡ്സ് നടന്നു എന്ന് അറിയുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വോളിയംസ് ഉള്ള ക്യാൻഡിലുകൾ ഉണ്ടാവും, ചെറിയ വോളിയംസ് ഉള്ള ക്യാൻഡിലുകൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് വോളിയം ചാർട്ടിൽ ആഡ് ചെയ്യാമെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സ്റ്റോക്കുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ട്രേഡുകൾ ഏതൊക്കെയാണ്? ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വിംഗ് ട്രേഡിംഗ്, അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡ്സ് പലരും സ്റ്റോക്സിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൾറെഡി ടൈം ഫ്രെയിം ഏത് ടൈം ഫ്രെയിമിൽ ഇട്ടാണ് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഡേ ടൈം ഫ്രെയിമിലും, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ 3 മിനിറ്റുമാണ് ഏറ്റവും നല്ല ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം എപ്പോഴും ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അതിലൊരു ഇൻഡിക്കേറ്റർ ഓപ്പൺ ആയിരിക്കും. എന്തായിരിക്കും എന്ന് അറിയാമോ? വോളിയം തന്നെയാണ്. വോളിയം അതിൽ ഡീഫാൾട്ടായിട്ട് എപ്പോഴും വരുന്നതാണ്. ചിലർക്കിടയിൽ വോളിയം വരില്ല. അപ്പോൾ നമ്മൾ വോളിയം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ചാർട്ടിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും? കണ്ടോ, ഞാനിവിടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യമാണ് ആദ്യം ഇനീഷ്യലി പറയുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിലയൻസിൻ്റെ ചാർട്ടാണ്. ഇത് ഞാൻ ഡേ ടൈം ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ്, മെട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വോളിയം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വോളിയം, വെറും വോളിയം. വോളിയത്തിനോട് ഒന്നും വേണ്ട, വെറും വോളിയം നമ്മൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇതിനകത്ത് ഈ വോളിയം കിടക്കുന്നതുകൊണ്ടാണ് കണ്ടോ ഇവിടെ നിങ്ങൾ നോക്കി 2 വോളിയം വന്നിട്ട്. അപ്പോൾ ഒരു വോളിയം ഞാൻ റിമൂവ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോളിയം റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വോളിയം മാത്രം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ എന്താണ് ഈ ഒരു വോളിയം ഹൈഡ് ചെയ്യുമ്പോഴും ഈ ഒരു വോളിയം അൺഹൈഡ് ചെയ്യുമ്പോഴും ഇതിൽ വരുന്ന പ്രത്യേകത, താഴെ കുറേ ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. യെസ്, ഇതാണ് വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡേ ക്യാൻഡിലാണ്, ഇവിടെ ഒരു ക്യാൻഡിൽ ഞാൻ മൗസ് കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ വോളിയം എത്രയാണെന്ന് നിങ്ങൾ നോക്കിക്കേ, 3.137 മില്യൺ. ഇപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെൻ്റ് ഒക്കെ ഇപ്പോൾ 3 മണിയുടെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. ബിക്കോസ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് ഇന്ന് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിലയൻസിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അത് അനങ്ങുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. കാരണം ഇപ്പോഴും മാർക്കറ്റ് റണ്ണിങ് ആണ്. കണ്ടോ 3 കണ്ടത് ഇപ്പോൾ 3.1562 മില്യനായി. അപ്പോൾ ഇതാണ് ഇന്ന് നടന്നിരിക്കുന്ന വോളിയം. ഇന്ന് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡേ ചാർട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ക്യാൻഡിൽ നടന്നിരിക്കുന്ന നമ്പർ ഓഫ് ട്രേഡ്സ്, ഈ നമ്പർ ഓഫ് ട്രേഡ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ക്യാൻഡിൽ പച്ച ക്യാൻഡിലാണ്. പച്ച ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യേഴ്സ് മാത്രമുള്ള ക്യാൻഡിലാണോ? അല്ല, ഒരിക്കലും ബയ്യേഴ്സ് മാത്രം ഉണ്ടായാൽ ഒരു ട്രേഡ് നടക്കില്ല. കാരണം എന്താ, നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഒരാൾ നമുക്ക് വിൽക്കാൻ, അതായത് നമുക്ക് തരാനുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്യാൻഡിലുള്ള വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ ബയ്യേഴ്സിൻ്റെയും ടോട്ടൽ സെല്ലേഴ്സിൻ്റെയും എമൗണ്ടാണ്, ഈക്വൽ എമൗണ്ടാണ് ഒരു ക്യാൻഡിലുള്ള ആ ഒരു വോളിയം എന്ന് പറയുന്നത്. ഇനി അതിലുള്ള വോളിയം ബയ്യേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ക്യാൻഡിൽ ഗ്രീനും ഒരു ക്യാൻഡിൽ റെഡും ആയിട്ട് കാണുന്നത്? അല്ലേ, അതായത് ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടുന്നത്, അതായത് ലോ പ്രൈസിൽ നിന്ന് ഹൈ പ്രൈസിലാണ് അന്നത്തെ ദിവസം ട്രേഡ്
ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബയേഴ്സിനാണ് അവിടെ സ്ട്രെങ്ത് കൂടുതൽ അല്ലേ. സ്ട്രെങ്ത് കൂടിയത് കൊണ്ടാണ് അതിൻ്റെ, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടിയതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് മുകളിൽ പോയത്. പ്രൈസ് മുകളിൽ പോയത് കൊണ്ടാണ് അവിടെ ഗ്രീൻ ക്യാൻഡിൽ ആയത്. അതുപോലെ തന്നെ നേരെ തിരിച്ചും സപ്ലൈ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ സെല്ലേഴ്സിനാണ് സ്ട്രെങ്ത് കൂടുതലെങ്കിൽ അതിൻ്റെ പ്രൈസ് താഴെ പോകും. പക്ഷെ ആ ഒരു ക്യാൻഡിൽ സെല്ലേഴ്സ് മാത്രമല്ല ഉള്ളത്, അതിൽ ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബയേഴ്സ് മാത്രമുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇന്നലത്തെ ക്യാൻഡിൽ കൊണ്ടുവച്ചു. ഇന്നത്തെ ക്യാൻഡിൽ എത്ര നോക്കി, 3.554 മില്യൺ ട്രേഡ്സ് ആണ് ആ ഒരു ക്യാൻഡിൽ നടന്നിരിക്കുന്നത്. അതിനുശേഷം ഞാനൊരു ക്യാൻഡിൽ ഫെബ്രുവരി 29 ക്യാൻഡിൽ ഞാൻ മൗസ് വെച്ചപ്പോൾ അവിടുത്തെ വോളിയം 11.81 മില്യൺ. നോക്കിക്കേ, അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ 6 മില്യൺ, 358K, 5 മില്യൺ, 3 മില്യൺ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ക്യാൻഡിലാണ്, നമുക്ക് കണ്ടിട്ട് മനസ്സിലാവണ പോലും അതിൽ വലിയ വോളിയം ഉണ്ടെന്നല്ലേ. പക്ഷേ അതിൻ്റെ താഴത്തെ ഈ ഒരു വോളിയത്തിൻ്റെ ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ അതൊരു വലിയ ക്യാൻഡിലാണ്. ദാറ്റ് മീൻസ് ഇവിടെ നല്ലൊരു വോളിയം മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. റിലയൻസിൽ നല്ലൊരു വോളിയം ട്രേഡ് അന്നേ ദിവസം നടന്നിട്ടുണ്ട്. പക്ഷേ ക്യാൻഡിൽസ് ഉണ്ട് നമുക്ക് തോന്നത്തേയില്ല. അപ്പോൾ വലിയ ക്യാൻഡിലുകൾ, ചെറിയ ക്യാൻഡിലുകൾ എന്നുള്ളതല്ല, അതിൽ എത്രമാത്രം വോളിയം ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അതുപോലെ തന്നെ ഡെയിലി ചാർട്ടിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇനി വീണ്ടും ഇതൊരു വലിയ ക്യാൻഡിൽ, അതിലും ഏകദേശം 11.947 മില്യൺ വോളിയം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാൻഡിൽ, അതിൽ 14 മില്യൺ വോളിയം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വോളിയം നോക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല. ഇൻഡിക്കേറ്റർ ഇടുക, വോളിയം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ വോളിയം കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം, ഇതുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും? വോളിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വോളിയം നല്ലൊരു ബ്രേക്കൗട്ട് അല്ല, ബ്രേക്കൗട്ടൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താലും ഈ ബ്രേക്കൗട്ട് ഫേക്ക് ബ്രേക്കൗട്ട് ആണോ കറക്റ്റ് ബ്രേക്കൗട്ട് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ആര് സഹായിക്കും? വോളിയം സഹായിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ നമ്മൾ ഈ ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വിചാരിക്കുക. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഈ ഒരു വോളിയം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു കപ്പും ഒരു ഹാൻഡിലും ഉള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ബ്രേക്കൗട്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വലിയ മൂവ്മെൻറ്റ് മുകളിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ശരിക്കും സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്ന ആ ഒരു ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ റിലയൻസിൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പാറ്റേൺ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഞാൻ ബ്രഷ് എടുത്തിട്ട് ഒരു കപ്പ് കണ്ടോ, ഒരു കപ്പ്, അതിനൊരു ഹാൻഡിൽ. ഓക്കെ, ഇതിനൊരു കപ്പ്, ഒരു ഹാൻഡിൽ, അത് നമ്മൾ വരച്ചു. അതിന് ശേഷം എപ്പോഴാണ് ഇത് ബ്രേക്കൗട്ട് ആവേണ്ടത്? എപ്പോഴാണോ ഈ ഒരു ലൈൻ ബ്രേക്കൗട്ട് ആവുന്നത് അപ്പോഴാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കപ്പ്, ഒരു ഹാൻഡിൽ, ആ ഒരു ഹാൻഡിൽ ബ്രേക്കൗട്ട് ആയി, അതിന് മുമ്പ് വന്ന ആ ഒരു കപ്പിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഒരു എൻഡ് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ, അതായത് ഏകദേശം ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നത് ജാനുവരി 1-ാം തീയതിയാണ് ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കൗട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അഥവാ ബ്രേക്ക് ചെയ്താൽ ഇത് ഫേക്ക് ബ്രേക്കൗട്ട് അല്ല കറക്റ്റ് ബ്രേക്കൗട്ട് ആണോ എന്ന് നോക്കിക്കേ. ഈ ബ്രേക്കൗട്ടിൽ വന്ന ക്യാൻഡിലുകളുടെ വോളിയം, എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു അലേർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ അലേർട്ട് അടിച്ചു, അതുകൊണ്ടാണ് ആ ഒരു അലേർട്ട് ഇവിടെ കേട്ടത്. നിങ്ങൾക്ക് അലേർട്ട് വെക്കാൻ അറിയാമെന്ന് വിചാരിക്കുകയാണ്. എനിവേ അത് പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. യെസ്, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടിൽ ഇവിടെ 5 മില്യൺ, ഇവിടെ 11 മില്യൺ, ഇവിടെ ഏകദേശം 7 മില്യൺ. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടിൽ അത്യാവശ്യം അപാരമായിട്ടുള്ളൊരു വോളിയം കയറിയിട്ടുണ്ട്. കണ്ടോ, ബ്രേക്കൗട്ട് പ്ലസ് വോളിയം, അത് ശരിക്കും റിലയൻസിലൊരു എൻട്രി ആണ് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഈ വോളിയം കണ്ട് ചാടി കയറരുത്. എപ്പോഴാണ് ഇതൊരു ചെറിയൊരു കറക്ഷൻ തരുന്നത് അവിടെ വേണം നിങ്ങൾ കറക്റ്റായിട്ട് എൻട്രി എടുത്ത് ഈ ഒരു റാലി നിങ്ങൾക്ക് പിടിക്കാം. അതായത് ഏകദേശം ജനുവരി 24-ാം തീയതി 2500 സംതിങ് ഉണ്ടായിരുന്ന റിലയൻസ് 3000 ഇന്ന് ഹിറ്റ് ചെയ്തു. ഇന്ന് 3007-ലാണ് ഇപ്പോൾ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കൗട്ട്സിൽ വോളിയം, ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. കപ്പ് ആൻഡ് ഹാൻഡിൽ വോളിയം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് അതുപോലെ തന്നെയാണ് ഇങ്ങനെ വരുന്നത്, അതായത് ഫ്ലാഗ് ആൻഡ് കൺസോൾട്ടേഷൻ. പിന്നെ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇതിലും ഈ ഒരു അതായത് ഒരു ഫ്ലാഗ് ഫോം ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്ത്, അപ്പോൾ മോസ്റ്റ് ഓഫ് ചാൻസസ് മുകളിലേക്ക് ബ്രേക്കൗട്ട് ചെയ്യാനാണ്. പക്ഷെ അത് ഫേക്ക് ബ്രേക്കൗട്ട് അല്ല, ഇറ്റ്സ് എക്സാക്ട് ബ്രേക്കൗട്ട് ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തുകൂടി നോക്കണം,
വോളിയം കൂടുതലാണോ എന്ന് കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ 2 മെത്തേഡാണ് ഇതിലുള്ളത്. ഒന്ന് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺസ്, അതുപോലെ തന്നെ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺസിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതും ഈ വോളിയായിട്ട് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, കമ്പയർ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യാനായിട്ട് കുറച്ചൊക്കെ അനാലിസിസ് ചെയ്യണം. അല്ലാതെ പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന റെക്കമെൻഡേഷൻസിനൊന്നും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻ ചെയ്യില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് ഇട്ടെങ്കിൽ നല്ല ട്രേഡ്, എസ്പെഷ്യലി നിഫ്റ്റി 50-ലുള്ള ടോപ്പ് സ്റ്റോക്സ് തന്നെ എടുത്താലും നിങ്ങൾക്ക് ഒരിക്കലും അതിൽ ലോസ് വരാനുള്ള ചാൻസസ് വെരി വെരി ലെസ്. എനിക്ക് തോന്നുന്നു റിലയൻസ് ഒക്കെ സ്വിംഗ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇനി പുതിയ പുതിയ കാര്യങ്ങൾ, ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ 1 by 1 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രാഡേയിൽ എങ്ങനെയാണ് വോളിയം ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വോളിയം എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 3 minute ടൈം ഫ്രെയിം ഞാൻ ഇട്ടു. ഇപ്പോൾ ഇവിടെ ഓരോ ക്യാൻഡലിലും ഞാൻ ഈ ഒരു മൗസ് കൊണ്ട് വെക്കുമ്പോൾ ആ ഒരു ദിവസത്തെ 3 മിനിറ്റിൽ, അതായത് 9:15 മുതൽ 9:18 വരെ മോർണിംഗിൽ വന്ന വോളിയംസ് ആണ് 185K, 116K. അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും 20, 25, 18 അങ്ങനെയുള്ള സ്മോൾ വോളിയംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല വോളിയം ഇൻട്രാഡേയിൽ ട്രേഡ് മോർണിംഗിൽ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റിക്കവറി കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വോളിയം അനാലിസിസ് ചെയ്യാം. പിന്നെ ഈ മോർണിംഗിൽ വന്ന 2-3 വോളിയംസ് അല്ലാതെ മാർക്കറ്റ് വലിയ കാര്യമായ വോളിയംസ് ഇല്ല. പിന്നെ നിങ്ങൾ എപ്പോഴും നോക്കുക, വോളിയം ഉണ്ട് എന്ന് വിചാരിച്ച് ചാടി കയറി ട്രേഡ് എടുത്ത് വെക്കരുത്. അത് ഫേക്ക് വോളിയം ബ്രേക്ക്ഔട്ട്സ് ആണോ അതോ കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇൻട്രാഡേയിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ ഇൻട്രാഡേനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സ്റ്റോക്സിൽ പൊതുവേ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഗ്രീഡി ആവാതെ ദിവസം ഒരു മിനിമം എമൗണ്ടിന് ചെയ്ത് ചെറിയ പ്രോഫിറ്റ്സ് എടുത്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺകറൻ്റ് ആയിട്ട് ഇൻട്രാഡേ സ്റ്റോക്സിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ അതിനൊരു ഡിസിപ്ലിൻ, ഒരു പേഷ്യൻസ് എല്ലാം വേണം. അതൊന്നും ഇല്ലാതെ നടക്കില്ല. ഞാനത് എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് ഇന്ന കാര്യങ്ങൾ റിസ്ക് റിവാർഡൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രാഡേ സ്റ്റോക്സിൽ വിജയിക്കാൻ പറ്റും. ഞാനിത് എടുത്ത് പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോസിൻ്റെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടാണ്. നിങ്ങൾ ആരോട് ചോദിച്ചാലും ഇൻട്രാഡേ സ്റ്റോക്ക് എനിക്ക് ആദ്യമൊക്കെ പ്രോഫിറ്റബിൾ ആയിരുന്നു, പിന്നെ എനിക്ക് ലോസ് വന്നു എന്നായിരിക്കും എല്ലാവരും പറയാം. എന്തുകൊണ്ടാണ് ആദ്യം പ്രോഫിറ്റബിൾ ആവുന്നത് പിന്നെ ലോസ് വരാനുള്ള കാരണം? തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ റിസ്ക് കൂടുതൽ എടുക്കാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെയല്ല, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. അല്ലാതെ ഏത് ഫീൽഡായാലും നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല, വേറെ ഏത് ഫീൽഡായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യാന്ന് വെച്ചെങ്കിൽ നല്ല രീതിയിൽ കണ്ണിമ വെട്ടാതെ നമ്മൾ നോക്കിയിരിക്കണം. ശരിക്കും അത്ര എഫേർട്ട് ഇട്ടാലാണ് നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത് നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കും. ഞാൻ സ്റ്റോക്സിൻ്റെ, അതായത് ഇൻട്രാഡേ സ്റ്റോക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന 2-3 കമൻസിന് ഞാൻ റിപ്ലൈ എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞു എന്നുള്ളൂ. എല്ലാവരും അങ്ങനെയല്ല, ഒരുപാട് പേര് അത് വെച്ച് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഓവർ റിസ്ക് എടുക്കാതിരിക്കാൻ ഞാനത് എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേയിൽ അബ്നോർമൽ വോളിയംസ് നോട്ട് ചെയ്യുക, അബ്നോർമൽ വോളിയം വന്നിരിക്കുന്ന ഏരിയ നോട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെയുള്ള പാറ്റേൺസ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു പാറ്റേൺസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള പാറ്റേൺസ് നമുക്ക് ഇൻട്രാഡേയിൽ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട്, ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട്, അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രാഡേയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വോളിയം വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? VWAP അഥവാ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കോപ്പി അല്ല, വെറും പ്രൈസ് എടുക്കുക. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാനിവിടെ സ്റ്റാർ ചെയ്തിട്ടേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൽ മനസ്സിലായി. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ്. നമുക്ക് ഈ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടൂൾസിനെയും ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ സ്റ്റാർ ചെയ്തിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ സെറ്റിങ്സ് കണ്ട, നമുക്കിവിടെ VWAP ആഡ് ചെയ്യുമ്പോൾ 3 ലൈനാണ് വരുന്നത്. ഇവിടെ ഈ സെറ്റിങ്സിൽ പോയിട്ട് ബാൻഡ് മൾട്ടിപ്ലയർ അൺടിക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. കണ്ടോ, VWAP എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിന് അതിൻ്റെ ആവറേജ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഏരിയ ആണ് VWAP. ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു ആവറേജ് പ്രൈസിൻ്റെ ഏരിയ ആണത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ആ ആവറേജ് പ്രൈസിന് താഴെ പോയാൽ മാർക്കറ്റ് കുറച്ചുകൂടി താഴെ പോകും. ആ ആവറേജ് പ്രൈസിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലേക്ക് പോകും. അപ്പോൾ VWAPൽ വെറുതെ താഴത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് VWAP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ VWAP എപ്പോഴും നോക്കുമ്പോൾ നിങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കൺഫർമേഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അപ്പോഴാണ് കൂടുതൽ വോളിയൂംസ് മാർക്കറ്റിൽ വരെയും കറക്റ്റ് മൂവ്മെൻറ്റ്
ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിവിടെ മാർക്കറ്റ് വന്നു, അത്യാവശ്യം വോളിയൊക്കെ വന്നെങ്കിലും VWAPന് താഴെയാണ് മാർക്കറ്റ്. കാരണം ഒരു 10 മണിയായപ്പോഴേക്കും VWAPന് താഴെയാണ്. അപ്പോൾ VWAPന് താഴെയാണ് മാർക്കറ്റെങ്കിൽ കുറച്ചുകൂടി മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിക്കുക, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിൽ പോയി, VWAPന് മുകളിൽ പോയി, അത്യാവശ്യം ലാസ്റ്റ് സമയത്തേക്ക് അത്യാവശ്യം നല്ല വോളിയം റിലയൻസിൽ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്കിന് ഇങ്ങനെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ സ്റ്റോക്ക് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയും എഫേർട്ട് നിങ്ങൾ ഇൻട്രാഡേയിൽ എടുക്കണം. പക്ഷേ സ്വിങ്ങിലൊന്നും അത്രേൻ്റെ പ്രശ്നമില്ല. ഒരു അലേർട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രാഡേയിൽ വോളിയം വെച്ച് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് സ്വിങ്ങിൽ ഞാൻ ഓൾറെഡി ചാർട്ട് പാറ്റേൺസ് ബ്രേക്ക്ഔട്ട്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇനി ഒന്നുകൂടി നിങ്ങൾ ഇൻട്രാഡേ സ്റ്റോക്കിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയുമല്ല, ഇത് ഓരോ ചാർട്ടിൽ ആഡ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കി പ്രോപ്പറായിട്ട് അനാലിസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ എപ്പോഴും വളരെ വോളിയം കുറഞ്ഞ സ്റ്റോക്കുകളിൽ സ്വിങ്ങും ഇൻട്രാഡേ ഒന്നും ചെയ്യാതിരിക്കുക. വേറെ ഒന്നുമല്ല, വോളിയം കുറഞ്ഞ സ്റ്റോക്കുകളിൽ വലിയ പ്ലെയേഴ്സ് വന്ന് അല്ലെങ്കിൽ വലിയ ഫണ്ടുള്ള മേ ബി റീറ്റെയിലേഴ്സ് വരെ വന്ന് ഈ ഒരു സ്റ്റോക്കിനെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ റിലയൻസ് HDFC പോലെയുള്ള വലിയ വോളിയം ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകളിൽ ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ് ഒരിക്കലും മാർക്കറ്റിൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വോളിയം ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലാത്ത സ്റ്റോക്കുകളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ ലോട്ടറി ആണ് എന്നേ ഉള്ളൂ, പക്ഷേ കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെ കുറവാണ്. മാനിപ്പുലേഷൻസ് അവിടെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു വലിയ വോളിയമുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇനി ട്രേഡ് എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.